ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ നാട്ടിലെത്തി. ഞാനും സിയൊക്കെ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പം അതിനോടനുബന്ധിച്ച് എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം ഉള്ള കുറച്ച് വീഡിയോസ് ഞാനിങ്ങനെ ഇതിനകത്ത് ഇടാം കേട്ടോ. ഞങ്ങൾ ആദ്യം അവിടെ നിന്ന് വന്നപ്പോൾ ഫ്ലൈറ്റിൽ നിന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നമ്മൾ ഓൾറെഡി ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉപ്പുമാവും ഇഡ്ഡലിയ ഇതാണ് ഫുഡ് നമുക്ക് കിട്ടി. പിന്നെ കൊച്ചിന് ഒരു ജ്യൂസും കിട്ടി. പിന്നെ ഒരു ബർഫി പോലത്തെ കോക്കനട്ട് ബർഫിയില്ലേ, അതുപോലത്തെ ഒരു സാധനം കിട്ടിയായിരുന്നു. അപ്പം വന്ന ഉടനെ ഞങ്ങൾ കേരളത്തിലാണ് കല്യാണം. അപ്പം ആദ്യം തന്നെ നമ്മൾ കുടകിൽ പോയായിരുന്നു. കുടകിൽ പോയി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച ഇതാ. ശരിക്കും നല്ല രസമുണ്ട് സ്ഥലം കാണാൻ. പക്ഷേ റോഡിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെയാണ്. കുറേ പശു ഉണ്ടാവും ഇങ്ങനെ കിടപ്പ്. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് നാട്ടിൽ ഇത് എൻ്റെ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സിയ മുഴുവൻ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. മുറ്റത്തെ കല്ലെല്ലാം വാരി തലയിലോട്ട് ഇടുന്നു, അത് വെച്ച് കളിക്കുന്നു. ഇതൊക്കെയായിരുന്നു ഇവളുടെ മെയിൻ പരിപാടി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിലും കുറേ പരിപാടികൾ നടന്നുകൊണ്ടുണ്ട് കല്യാണം റിലേറ്റഡ്. പക്ഷേ എനിക്ക് ഒന്നിൻ്റെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേയ്യോ വീഡിയോ എടുക്കാമായിരുന്നല്ലോ ആ ഒരു തോട്ടേ വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ കുറേ കാര്യങ്ങൾ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാണ്ടായിപ്പോയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ചെറിയ പ്രിപ്പറേഷനൊക്കെ ഞാൻ ജസ്റ്റ് കയ്യിൽ നെയിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ടീമൂന്ന് വാങ്ങിയ നെയിൽസ് ആട്ടോ. വാങ്ങിയപ്പോൾ ഞാൻ ഇത്രയും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചില്ല. പക്ഷേ അടിപൊളി സാധനമായിരുന്നു ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ നമ്മളിവിടുന്ന് പയ്യന്നൂരിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുക. അതായത് ഞായറാഴ്ച രാത്രിയാണ് നമ്മൾ പയ്യന്നൂരിൽ നിന്ന് പുറപ്പെടുന്നത്. സിയയുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയും കൂടി. അവൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും ചെറിയ മഴയുള്ളതുകൊണ്ട് നമ്മൾ ഷെയ്ഡുള്ളിടത്താണ് നിന്നെ. അവിടെ നിന്നാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. പിന്നെ AC കമ്പാർട്ട്മെൻറ്റിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് ഏതൊക്കെയായാലും നമുക്ക് വലിയ ടയേർഡായില്ല. അടുത്ത ദിവസം ചെന്ന ഉടനെ രാവിലെ എൻഗേജ്മെൻറ്റിന് പള്ളിയിലോട്ട് പോകണം. എന്നാലും നമ്മൾ വലിയ ടയേർഡാവാണ്ടെത്തി, കാരണം ഉറങ്ങിയിട്ട് പോയതുകൊണ്ട്. പിന്നെ അവിടെ ചെന്നിട്ടാണേലും നമ്മളവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ജെയിംസ് ആണേലും വിക്ടർ ആണേലും ഡയറക്റ്റ് തിരുവനന്തപുരത്തേക്ക്, അവൻ സിംഗപ്പൂരിൽ നിന്നും ജെയിംസ് ദുബായിൽ നിന്നും ഡയറക്റ്റ് തിരുവനന്തപുരത്തേക്ക് വരികയാണ് ചെയ്തത്. എന്നിട്ട് അവിടുന്ന് കല്യാണത്തിന് റെഡിയായിട്ട് പള്ളിയിലേക്ക് പോകുന്ന പോലെ. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ഒരു റൂം. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിരുന്നു, തിരുവനന്തപുരം സെൻട്രലിൻ്റെ അടുത്ത്. അത്യാവശ്യം ഒരു അപ്പാർട്ട്മെൻറ്റ് സ്റ്റൈലിലുള്ള ഒരു റൂം. അതായത് ഇതിപ്പം ഒരു കോമൺ സ്പേസ്. ഇവിടെ ഇപ്പം ഫ്രിഡ്ജുണ്ട്, അതുപോലെ ഒരു ഡൈനിങ് ടേബിൾ പോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, 2-3 ബാൽക്കണി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരു 3 റൂം. അങ്ങനെ നമുക്ക് പക്ഷേ 2 റൂമേ വേണ്ടിയിരുന്നുള്ളൂ. മറ്റേ റൂമിൽ വേറെ ഏതോ ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവർ ഈ ഹോട്ടലിൽ തന്നെ പറഞ്ഞത് ഇവർ അപ്പാർട്ട്മെൻറ്റ്സ് രീതിയിൽ ചെയ്തിട്ട് പിന്നീട് അവരെ ഹോട്ടലാക്കി കൺവേർട്ട് ആക്കുക ചെയ്തേ. അതുകൊണ്ടാണ് ഇതിങ്ങനെ എന്നുള്ള രീതിയിൽ അവിടുന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇവിടുന്ന് പിന്നീട് നമുക്ക് ചാച്ചൻ്റെ നാട്, അതായത് ജെയിംസിൻ്റെ ചാച്ചൻ്റെ നാട് ഇവിടെ ഈ പരിസരത്ത്, അതായത് ഇവിടെ അടുത്തായിരുന്നു. അപ്പം നമ്മൾ അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര അവേഴ്സിന് ഇത്ര എമൗണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ആ ടാക്സിയിൽ കയറിയപ്പം അയാളാണ് അതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞത്. പിന്നെ അവിടെ തന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതും കഴിച്ചു. അതിന് ശേഷമാണ് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് അവിടെ നിന്ന് പോയിരുന്നത്. പിന്നീട് ആ ഹോട്ടലിൽ നിന്ന് എൻഗേജ്മെൻറ്റ് നടക്കുന്ന കുറച്ച് ദൂരെയായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് അത് ചെക്കൗട്ടാക്കി കുറച്ച് ദൂരെ വേറൊരു ഹോട്ടലിലേക്ക് മാറി. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ എൻഗേജ്മെൻറ്റും തുടർന്നുള്ള റിസപ്ഷനും കാര്യങ്ങളൊക്കെ പോയിരുന്നത്. ഇതിപ്പം നമ്മൾ എൻഗേജ്മെൻറ്റിന് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ വണ്ടിയാണ് ഞാൻ പറഞ്ഞ ഓൾറെഡി നമ്മൾ ഹയർ ചെയ്തിട്ട് അവിടുന്ന് അന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ ഈ ഒരു വണ്ടിയിലായിരുന്നു കറങ്ങിക്കൊണ്ടുണ്ടായത്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. ഇതാണ് ചെറുക്കനും പെണ്ണും. അപ്പം ചടങ്ങുകളെല്ലാം പള്ളിയിൽ നിന്ന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ചാച്ചൻ്റെ നാട്ടിലേക്കാണ് പോയത്. ചാച്ചൻ്റെ നാടെന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ കറൻ്റ്ലി തമിഴ്നാടാണ്. പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ബോർഡറായിട്ട്. അപ്പം അവിടെയൊക്കെ പോയി ചാച്ചൻ ജനിച്ച് വളർന്ന നാടും അവിടുത്തെ സ്ഥലങ്ങളെല്ലാം കണ്ടപ്പം നമ്മളുടെ റിലേറ്റീവ്സ് അവിടെയുണ്ട്. അവിടുത്തെ നമ്മളുടെ ഒരു റിലേറ്റീവ് നമ്മളവിടെ കൊണ്ടുപോയി കാണിക്കുന്നത്. പുള്ളിക്കാരൻ അവിടെ പോയപ്പോൾ അവിടെ ചാച്ചൻ്റെ
വല്യമ്മ വല്യപ്പനൊക്കെ അടക്കിയിരിക്കുന്ന സ്ഥലവും അവിടെ അടുത്ത് തന്നെ CSI ചർച്ചുണ്ട്. അപ്പം ആ ചർച്ചിൻ്റെ പരിസരത്ത് അതിൻ്റെ പണ്ടത്തെ ഹിസ്റ്ററിയൊക്കെ എനിക്ക് പറഞ്ഞു തരുമൊക്കെയായിരുന്നു. കാരണം ഈ നാട്ടിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ട്രിപ്പായിരുന്നു. പിന്നീട് പുള്ളിക്കാരൻ ഇവിടെ കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പുതിയൊരു ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ആക്കി എടുക്കാനുള്ള. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുമൊക്കെയായിരുന്നു. അങ്ങനെ ഈ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് നമുക്ക് എന്നാൽ ചാച്ചൻ്റെ നാടും പരിസരവും എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റി. ഇവിടെയാണ് ചാച്ചൻ്റെ വല്യമ്മനെ വല്യപ്പനെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടു. അങ്ങനെ സന്തോഷമായി എല്ലാവരെയും കണ്ട് കേട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റിയത്. അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ പോയി ഒന്ന് റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് റിസപ്ഷൻ്റെ സമയമായി. പിന്നെ റിസപ്ഷനൊക്കെ കൂടി അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ട്രെയിനിന് തന്നെ തിരിച്ച് വന്നു. ഇത് പയ്യന്നൂർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ഒരു ഹോട്ടലിൽ ഇതുപോലൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജസ്റ്റ് സിയാനെ കുറച്ച് നേരം കളിപ്പിച്ചപ്പോൾ എടുത്തൊരു വീഡിയോയാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാവേ. താങ്ക്